മഴയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാഷപ്രവറ്റിലെ പണി ഇതുപോലെ കേട്ടോ. ഓരോ സ്ഥലത്തും കൊണ്ട് ഓരോ കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതുണ്ടോ പഴുത കഴിച്ച് സാധനം പകുതി ഇറക്കി. ഇനി ചിലപ്പോൾ അടുത്ത പറവപ്പായിരിക്കും. ഇവിടുന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത സൈറ്റിൽ കൊണ്ട് ഇതുപോലെ കുറച്ചിറക്കണം. ഇങ്ങനെ പറവച്ച് ഇങ്ങ് പോരും. ചിലപ്പോൾ ബോംബെയിൽ നിന്ന് കയറ്റി ലോഡായിരിക്കും തോന്നുന്നു. കണ്ടിട്ട് ബോംബെയിൽ നിന്ന് കയറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് പോരും. കോഴിക്കോട്, കണ്ണൂർ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എറണാകുളം വരെ ചില വണ്ടികൾ പറവച്ച് പോരും കേട്ടോ. ഇതിനാണ് പറവപ്പെന്ന് പറയുന്നത്. ഇത് പഴുതായിട്ട് മൂടും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ചിലപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കണ്ണൂരാണ് ഉള്ളത്. ഇനിയിപ്പോൾ ചിലപ്പോൾ കോഴിക്കോടോ അല്ല പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ ഭാഗത്തോ അവിടെയൊക്കെ ഇറക്കി എറണാകുളം, ചിലപ്പോൾ തിരുവനന്തപുരം വരെ കാണും. ഇടയ്ക്കിടയ്ക്ക് ഇറക്കി പോകാനായിട്ട് കേട്ടോ. ഇപ്പോൾ താഴ്ചവേലയാണല്ലോ കേട്ടോ. താഴ്ച കണ്ടോ. നാഷപ്രവറ്റിലെ പണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണി. ഞാൻ കുറച്ച് കാലം ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ പണി ഭയങ്കര ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മഴ സമയത്ത് ഇതുണ്ടോ പഴുത അഴിക്കുക, വീണ്ടും കെട്ടുക. പക്ഷേ നനയാൻ പാടില്ലാത്ത സാധനമൊക്കെ ആണെങ്കിലോ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നമിക്കേണ്ട ജോലിയാണ് മക്കളെ നാഷപ്രവറ്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമിക്കേണ്ട ജോലി തന്നെയാണ്. കാരണം നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നനയാതെ ഇതുപോലെ കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ട് ഇറക്കുന്നുണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താണ് നമ്മൾ ലോറി നമ്മൾക്ക് കറക്റ്റ് സാധനങ്ങളിൽ എത്തേണ്ട സാധനങ്ങളിൽ എത്തി ലോഡ് ഇറക്കി തിരിച്ചത് പോകുന്നു കേട്ടോ. നല്ല അൾക്കിലോസിൻ്റെ മഴയാണ് കേട്ടോ. ഇപ്പോൾ അത് കെട്ടുക ഫുള്ള് ടർപ്പായ സൈഡിൽ കൂടെ വലിച്ചിട്ട് ഫുള്ള് കയറിട്ട് കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇനി അത് ഇനി മഴക്കാലം കഴിഞ്ഞാൽ വേറെ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ മേളിൽ കയറി കഴിയുമ്പോൾ തെറ്റി വിടാൻ ചാൻസുകൾ കൂടുതലാണ് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ മേളിൽ കയറി നിന്ന് കറക്റ്റായിട്ട് കയറൊക്കെ ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ സ്ലിപ്പായി നമുക്ക് താഴെ വീഴാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് യൂണിയൻ പണിക്കാരന് ചായ പൈസ കൊടുക്കുന്നുണ്ടോ. ഇറക്കാശ് നമ്മൾ ലോറിക്കാർ കൊടുക്കണം. ഇതിൽ ഏറ്റവും വലിയൊരു പണിയെന്ന് പറഞ്ഞ ഇതാണ് ഇറക്കുകാശ്, ചായ പൈസ. ഏത് പാർട്ടിക്കാരാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഉമ്മാർക്ക് ചായ പൈസ വേണം ഭയങ്കരമായിട്ട്. ചേട്ടനാണെങ്കിൽ ഇപ്പോൾ താഴെ ഇറങ്ങുന്നുണ്ടോ, നോക്കി ഇറങ്ങിയില്ലല്ലോ, സ്ലിപ്പായി താഴെ വീഴും. താഴെ ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത സൈറ്റിലേക്ക് ഇറക്കാൻ പോകാം കേട്ടോ. ഓ അടിപൊളി ഒരു ഭാരതവൻസാണല്ലോ പോയത്. അത് ഏതാണോ, യൂണിവേഴ്സലാണോ? പയനം നേരെ റിവേഴ്സ് അടിച്ച് പുറത്തോട്ട് പോവാട്ടോ വണ്ടി. ഇവിടെ ഇറക്കാനുള്ളതാണോ അതോ ഇനിയും തിരിച്ച് ഇനിയിപ്പോൾ ഈ റൂട്ടിലേക്ക് തിരിച്ച് പോകാനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ആ റൂട്ടിൽ ഇപ്പുറം കിടക്കാനായിട്ട് എന്ത് പാടായിരിക്കും. ഈ വണ്ടിക്കാരും നിർത്തിയും കൊടുക്കത്തില്ല കേട്ടോ. ഉണ്ടോ? എന്തായാലും നിർത്തി കൊടുത്ത് കുഴപ്പമില്ല. പാസ്സായി പോട്ടെ ഒടിഞ്ഞ് പോട്ടെ. വൈകാരം കൊണ്ട് വട്ടം വെച്ച് പോട്ടെ.